ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ ഇൻക്ലൂഡാണ് കേട്ടോ. നല്ല നല്ല റെസിപ്പിയും ടിപ്സും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ രാവിലെ പതിവ് പോലെ തന്നെ 4 മണിക്കൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നടക്കാൻ പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. ഇന്ന് വർക്കൗട്ടൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് ചെറുതായിട്ടുള്ള വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. മഴ പെയ്തു കേട്ടോ. മഴ പെയ്തതുകൊണ്ടാണ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പുറത്തൊന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ അതിന് ശേഷം വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി. അപ്പോൾ അത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് പെട്ടെന്ന് പണികൾ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തോന്നും കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഫ്രഷായ വലിയൊരു പണി കഴിഞ്ഞ ഫീലാണ് എനിക്ക് തോന്നൽ. അത് കഴിഞ്ഞിട്ട് ബെഡ് ഞാൻ രാവിലെ ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ബെഡ്ഷീറ്റ് മാറ്റാനുള്ള ദിവസം മാറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 4-5 ദിവസം കഴിയുമ്പോഴാണ് ഞാനും ബെഡ്ഷീറ്റ് മാറ്റലെന്ന് കേട്ടോ. കാര്യം കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചവിട്ടി കയറുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ വെറുതെ ബെഡ്ഷീറ്റ് കേടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 5 ദിവസം എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് മാറ്റലുള്ളൂ. അപ്പോൾ ബെഡൊക്കെ വിളിച്ച് നീറ്റാക്കിയിട്ടു. ഇനി ലിവിങ് ഏരിയയും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കട്ടെ കേട്ടോ. നമ്മൾ കയറി വരുന്ന ഇടമല്ലേ ലിവിങ്ങും ഇപ്പോൾ നമുക്ക് കാണാനാണെങ്കിലും അല്ലെങ്കിൽ വേറൊരാൾ പുറത്തുനിന്ന് വരുന്നതാണെങ്കിലും രണ്ടും നമ്മൾ നോക്കണം കേട്ടോ. വരുമ്പോഴാണെങ്കിൽ നമ്മൾ ആ ഫ്രണ്ട് ഭാഗത്തുള്ള ചെരുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് അത് ചെരുപ്പ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡിലേക്കൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കട്ടെ. എത്ര ഭംഗിയുള്ള ചെരുപ്പാണെങ്കിലും അത് ഇങ്ങനെ പുറത്തിങ്ങനെ അലങ്കോലമായിട്ടിട്ട് കാണാൻ അതൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ കാണുമ്പോൾ അങ്ങനെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ഒതുക്കി എടുത്ത് വെക്കെങ്കിലും ചെയ്യാം കേട്ടോ. ഒരു ഏരിയ അതിനായിട്ട് മാറ്റിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെക്കെങ്കിലും ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലിവിങ് നല്ല നീറ്റായിട്ട് നമുക്ക് ആളുകൾ വന്നാൽ ഇരിക്കേണ്ട ഫസ്റ്റിൽ തന്നെ കാണുന്ന ആ ഒരു ഭാഗം നല്ല ഫ്രഷാക്കി നീറ്റാക്കിയിട്ട് വെക്കുക കേട്ടോ. അവിടെയൊക്കെ അലങ്കോലമായിട്ടുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്ത് വെച്ചു. ഹാളും എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. ഞാനൊരു 10 മിനിറ്റ് കൊണ്ടാട്ടോ രാവിലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. 10 മിനിറ്റ് കൊണ്ടാണ് ചെയ്യുക. അതെനിക്ക് പറ്റുന്നത് ഞാൻ രാത്രി കിടക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടേബിളിൽ എന്തെങ്കിലും അലങ്കോലമായിട്ട് സംഭവങ്ങളുണ്ടെങ്കിൽ ബെഡ്റൂമിൽ ഇനി അല്ലെങ്കിൽ ലിവിങ്ങിൽ ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ സിറ്റ് ഔട്ടിൽ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എടുത്ത് വെക്കൂട്ടോ. അപ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കും. പിന്നെ രാവിലെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ എപ്പോഴും നമുക്ക് പെട്ടെന്ന് പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഭയങ്കര ഹെവി വർക്ക് നമുക്ക് വരില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ഒരു 10 മിനിറ്റാണ് കേട്ടോ. 10 മിനിറ്റ് അത് ചെയ്യും, ഒന്ന് ഒതുക്കി വെക്കും. 10 മിനിറ്റ് അടിച്ചു വാരും. എന്നാൽ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ അടിച്ചു വാരല്ല ടൈം കിട്ടും കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ് തുടക്കൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. മേലെ ഭാഗം തുടക്കുകയാണെങ്കിൽ അന്ന് ഞാൻ താഴെ തുടക്കില്ല, താഴെ തുടക്കുകയാണെങ്കിൽ മേലെ ഭാഗം അന്ന് തുടക്കൂല കേട്ടോ. അങ്ങനെയാണ് ഞാനൊരു കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ എൻ്റെ പണികൾ കൊണ്ടുവന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തലേ ദിവസം നമ്മൾ ഉഴുന്ന് ദോശയില്ലേ, ദോശക്ക് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. കുറേ പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി മാവ്, ദോശ മാവിൻ്റെയൊക്കെ. അപ്പോൾ അതാണ് പച്ചരി ഉപയോഗിച്ചിട്ടില്ലാണ്ട് ഞാൻ പൊന്നിയരിയും ഉഴുന്നും ഉപയോഗിച്ചിട്ട് നല്ല പെർഫെക്റ്റ് റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു നോക്കുക. ഇത് നമ്മൾ പച്ചരി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. പച്ചരി 1 ഗ്ലാസ് പച്ചരിക്ക് 1/4 ഗ്ലാസ് ഉഴുന്ന് എന്ന ഒരു റേഷ്യോയിലാട്ടോ ഞാൻ എടുക്കൽ. അപ്പം അങ്ങനെ ഞാൻ ഒരു 4 മണിക്കൂർ കുതിർത്ത ഉഴുന്നും പച്ചരിയും 4 മണിക്കൂർ കഴുകി ക്ലീൻ ചെയ്തിട്ട് രണ്ടും കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. ആ വെള്ളമാണ് കേട്ടോ, ആ ഒരു കുതിർത്ത വെള്ളം ഉണ്ടല്ലോ അതിങ്ങനെ ഊറ്റിയെടുത്തത് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു പിങ്ക് പാത്രത്തിൽ. ഇനിയിപ്പോൾ നമ്മൾ അരിയില്ലേ, അരി അത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരക്കാൻ പോകുന്നത് ഈ വെള്ളത്തിലാണ് കേട്ടോ. ഈ അരി ഉഴുന്ന് കുതിർത്ത വെള്ളമാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. ആ ഒരു വെള്ളം നമ്മൾ അരക്കാനായിട്ട് എടുക്കുകയാണെങ്കിലേ ഇങ്ങനെ പൊങ്ങി വരാത്ത ദോശ ഇഡ്ഡലി മാവൊക്കെ പൊങ്ങി വരാത്തത് ആ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊങ്ങി വരാൻ സഹായിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ താരെ പൊങ്ങി വരുന്നുണ്ട്, പെർഫെക്റ്റായിട്ട് കിട്ടുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നവർ തന്നെ ഫോളോ ചെയ്യും കേട്ടോ. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ 1 കപ്പ് അതായത് 1/4 കിലോ അതായത് 1 ഗ്ലാസ് അരിയിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ചോറ് കേട്ടോ, ഏത് അരിൻ്റെ ചോറായാലും കുഴപ്പമില്ല എടുത്തിട്ടുണ്ട്. പിന്നെ അരക്കാൻ പാകത്തിന് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരക്കരുത്, പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ അരക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം 1 കപ്പ് അരിയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ പഞ്ചസാര ചേർക്കുന്നതും നല്ല ഫ്ലഫി ആയിട്ട് നമ്മളെ മാവ് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുക. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് രാവിലെ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുന്ന സമയത്തൊക്കെ ബാറ്ററി ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ പ്രോബ്ലം ഉള്ളവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക.
പിന്നെ ഇത് ഓപ്ഷനിലാണ്, നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റില്ലേ, കുഞ്ഞ് തരിയുള്ള ഈസ്റ്റ്, അത് ഒരു പിഞ്ച് ഇതാട്ടോ, ഒരു പിഞ്ച് തന്നെ ഞാൻ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് പൊങ്ങി വരാത്ത പ്രശ്നം ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഇതും കൂടെ ഒരു പിഞ്ച് ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ജാറ് ചൂടായി പോവുക, അങ്ങനെയൊക്കെ പ്രശ്നം വന്നാലാണ് പൊങ്ങിപ്പോണ്ടിരിക്കുക. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് ഐസ് വെള്ളം, ഐസ് ക്യൂബ്, ഇനിയിപ്പം ഞാൻ ആ കാണിച്ചെന്ന വെള്ളമില്ല, അത് കുറച്ച് നേരം തണുപ്പിച്ചിട്ട് അതെടുത്താലും മതി കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവാൻ കാരണം എന്ന് ശ്രദ്ധിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നീട് നമ്മൾ അരച്ച മാവിലേക്ക് ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 3 മിനിറ്റെങ്കിലും നന്നായിട്ട് അടിച്ചു കൊടുക്കുക. 5 മിനിറ്റൊക്കെ ചെയ്താൽ നല്ലതാണ്. എന്നിട്ട് അവിടെ അടച്ചു വെക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ കൈ ചേർത്തിട്ട് ഇങ്ങനെ അടിച്ചെടുത്തൊന്ന് വിചാരിച്ചിട്ട് മാവ് പുളിച്ചൊന്നും പോകില്ല കേട്ടോ. ആ ഒരു ടെൻഷനേ വേണ്ട. ഞാൻ എപ്പോഴും ചെയ്യുന്നതിനാണ്. നമുക്ക് പുളിച്ച ദോശ, പുളിച്ച ഇഡ്ഡലി, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ ഇവിടെ ആർക്കും. അപ്പോൾ ഇതാ ഞാൻ ആ ഹോൾസ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കിച്ചൺ കബോർഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ, ഞാനത് കാണിച്ചു തരാം. ഉള്ളിലാണ് ഞാൻ തലേ ദിവസം മാവ് വെച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് എനിക്ക് ഈ ഒരു ഭാഗമാണ് കേട്ടോ, ഈ ഒരു കിച്ചണാണ് എനിക്കിങ്ങനെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സംഭവം. അപ്പോൾ കബോർഡിൻ്റെ ഉള്ളിൽ നമുക്ക് വയനാടല്ലേ, തണുപ്പല്ലേ, അപ്പോൾ ഉള്ളിലേക്ക് വെച്ചുകൊടുത്താൽ നല്ല ഫ്ലഫി ആയിട്ട് എനിക്ക് കിട്ടലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വേണമെങ്കിൽ മാത്രം ചേർക്കുക, ഞാൻ ഒരിക്കലും ചേർക്കില്ല. പിന്നെ ആ ഒരു ചിലർക്ക് ഈസ്റ്റ് ചേർക്കാതെ പൊങ്ങി കിട്ടില്ല എന്ന് പറയലുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഒരു പിഞ്ച് കിട്ടുക, കാരണം ഉഴുന്ന് നമുക്ക് പൊങ്ങാനുള്ള സംഭവമാണ്. അപ്പോൾ എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ ഓവർ തണുപ്പുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒന്നും ചേർക്കാതെ നിങ്ങൾ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പൊങ്ങുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ദോശമാവ്, ഇഡ്ഡലി മാവൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഇഡ്ഡലി മാവ് ഞാൻ പറയാം. ഇനിയിപ്പോൾ അതാ ഞാനൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ കിടിലൻ ടേസ്റ്റുള്ള സാമ്പാർ വേണം കേട്ടോ. പച്ചക്കറി ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല, അതായത് കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ നമ്മുടെ സാമ്പാർ പൊടി. ഏത് സാമ്പാർ പൊടി ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കിച്ചൺ ട്രഷറാണ് എടുത്തിട്ടുള്ളത്. അതൊന്നും ഏതായാലും കുഴപ്പമില്ല. നമ്മൾ സാമ്പാർ പൊടി ഇല്ലാതെയും ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത് മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും. അതിന് ശേഷം ഒരു കഷ്ണം നമ്മളെ കായല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായത്തിൻ്റെ പൗഡർ ആണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. കുറച്ച് ചേർത്താൽ കുഴപ്പമില്ല എണ്ണയിലേക്ക്, പിന്നെ നമുക്ക് വറവിടുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് കരിഞ്ഞു പോകരുത്. മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകിൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു സാമ്പാറിൻ്റെ സ്മെല്ല് വരും കേട്ടോ. അതാണ് കേട്ടോ കണക്ക്. ആ ഒരു റോസ് സ്മെല്ലൊക്കെ മാറിയിട്ട് ആ ഒരു സമയത്ത് ഞാനിപ്പോൾ ഉള്ളിയും തക്കാളിയും മാത്രമാണ് കേട്ടോ സാമ്പാറിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ്, അത് വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ, കുറച്ചധികം പരിപ്പൊക്കെ വേവാനല്ലേ. ഇനി ഇതാ ഞാൻ 2 പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പീസ് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ചെറിയൊരു ആ ഒരു എരിവും പുളിയും എല്ലാം ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മൾ സാമ്പാറിലേക്ക്. അതിന് വേണ്ടിയിട്ടാണ് സാമ്പാറിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇത് ഞാൻ കഷ്ണങ്ങളൊന്നും ചേർക്കാതെ ഉള്ളി വെച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. സവാള തക്കാളി മാത്രം ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലൻ സാമ്പാറാണ്. ഒരു ടേസ്റ്റ് കുറവും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. പരിപ്പ് വേവുന്ന ടൈം അത്രയും വെച്ച് കൊടുക്കുക കേട്ടോ. അതായത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്തോ. അപ്പോൾ അത് ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ മസാല ദോശയാട്ടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മസാല ദോശേൻ്റെ മസാലയില്ലേ അതൊന്ന് ആക്കിയെടുക്കണം. നല്ല പെർഫെക്റ്റ് മസാലയാണ് കേട്ടോ. നിങ്ങൾ മസാല ദോശ ഉണ്ടാക്കുന്നവരാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പായാലും ഉഴുന്ന് ബോൾസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. കിടിലൻ ടേസ്റ്റുള്ള മസാല ദോശയാട്ടോ. പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഞാനിത് ചാനൽ തുടങ്ങിയ സമയത്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലോ പിന്നെ കമൻറ്റൊക്കെ ആയിട്ട് കൊടുക്കുക. നിങ്ങളതും കണ്ടു നോക്കുക. വോയിസൊക്കെ അബദ്ധമായിരിക്കും, നല്ല അബദ്ധമാണ്, ചെറുതായിട്ടൊന്നുമല്ല. പക്ഷേ പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇതും കറക്റ്റ് അങ്ങനെ അത് നോക്കി തന്നെ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തത്, ഒരു 2 പച്ചമുളക്, 2 3 പച്ചമുളക് എടുക്കുക. കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടാക്കി കൊടുത്തതിന് ശേഷം 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ക്യാരറ്റ് സവാളയൊക്കെ നിങ്ങൾക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്തെടുത്തോട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. സവാള നല്ല സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പം തന്നെയാണ് നമ്മളെ മസാലയ്ക്ക് നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതാ ഈ ഒരു നമ്മൾ മസാല ബോക്സിൽ എന്തെല്ലാം ഐറ്റംസാണ് ഇട്ടത് ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയ വ്യൂസ് ആയിരിക്കും. ഞാനിട്ടത് ചെറിയ ജീരകം, വലിയ ജീരകം, ഉലുവ, കടുക്, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൗഡർ, ഗരം മസാല പൗഡർ, പെപ്പർ പൗഡർ, ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്മെല്ല് ഇതിൽ നിന്ന് പോവോ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിലൊരു അടപ്പുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു ഗരം മസാല നമ്മൾ ഇവിടെ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് മസാലയാണ്, കാണാത്തവർ കണ്ടു നോക്കിക്കോ. പിന്നെ ഇതാ ഈ ഒരു അടപ്പില്ലേ, ഇതുകൊണ്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ സ്മെല്ല് പോകും, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ഇതുള്ളത് നമുക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഒരു പാത്രം എടുത്താൽ നമുക്ക് മസാലക്കുള്ള എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടൂലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പാചകം ഈസി ആക്കാൻ വേണ്ടി പറ്റും കേട്ടോ. മാത്രമല്ല നമുക്ക് കുറേ കണ്ടെയ്നേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, ചിലർക്ക് കുറേ ഒരുപോലത്തെ കണ്ടെയ്നേഴ്സൊക്കെ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്ത് കേട്ടോ. ഇത് കണ്ട കുറച്ച് സ്ഥലം മതി നമുക്ക് ഇങ്ങനത്തെയൊക്കെ വെക്കാനും കാര്യങ്ങൾക്കായിട്ട്. കുറേ ഒരു 10 ബോക്സിലുള്ളത് ഇപ്പം നമ്മൾ ഒറ്റ ബോക്സിലേക്കായിട്ട് മാറ്റിയില്ലേ, കണ്ടെയ്നറിൽ. ഇനി ഇതാ നമ്മളെ പരിപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പരിപ്പ്, സവാള, തക്കാളിയൊക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവിടെ തിളച്ച് വരട്ടെ. ഇനി ഇതാ ആ ഒരു സമയം നമ്മളെ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു. ഇനി 2 മീഡിയം സൈസ് ക്യാരറ്റ് നല്ല തിന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വെന്ത് വരണം, പെട്ടെന്ന് തന്നെ വെന്ത് വരും. കാരണം നമ്മൾ കനയില്ലാതെ കട്ട് ചെയ്തെടുത്തതല്ലേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വെന്ത് വരിക. ആ ഒരു കണക്ക് വരെ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഈ മസാല ദോശയ്ക്കില്ലേ, നിങ്ങൾക്ക് മസാല വേണമെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നവരും ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിലും നമ്മൾ ഇത്രയും സംഭവങ്ങളൊന്നും മസാല ദോശ കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. എന്നാൽ ഹെവി ആയിട്ട് ഉണ്ടാക്കാനും താല്പര്യമില്ലെങ്കിൽ മസാലയൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കര ഈസി ആയിരിക്കും. വേണമെങ്കിൽ സാമ്പാറും ഉണ്ടാക്കി വെക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ദോശമാവ് ഞാൻ അതുപോലെ കബോർഡിൻ്റെ ഉള്ളിൽ വലിയൊരു പാത്രം വെച്ചിട്ട് അതിലാട്ട വെക്കുക. കാരണം അഥവാ പൊങ്ങിപ്പോയാലും ഇനി അതിലേക്ക് ചാടിക്കോട്ടെ, പിന്നെ നമുക്ക് പണിയായി കിട്ടൂലേ. അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പം ഇതാ നല്ല കറക്റ്റായിട്ട് തന്നെ പൊങ്ങി വന്ന് നല്ല ഫ്ലഫി ആയിട്ട്, നിങ്ങൾക്ക് മാവ് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ഞാൻ പൊന്നിയരി വെച്ചിട്ട് ഉഴുന്നൊക്കെ വെച്ചിട്ട് കാണിച്ചിട്ടില്ലേ, അത് നല്ല ഇങ്ങനെ പൊന്തി വരും കേട്ടോ. ഇത് അതുപോലെയല്ല ഉണ്ടാവുക, ഈ ഒരു രീതിയിലുണ്ട്. പക്ഷേ നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള ദോശയും ഇഡ്ഡലിയും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു മാവ് കൊണ്ട്. ഇതുപോലെ ഇതുവരെ മാവ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്നും ചെയ്തു നോക്കട്ടെ. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 4 മീഡിയം സൈസ്, ചെറുതല്ല എന്നാൽ വലുതുമല്ല, ഉരുളക്കിഴങ്ങ് ഞാനൊരു 2 വിസിലടുപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലടുപ്പിച്ചിട്ട് 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടത്. അപ്പോൾ അത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഞാൻ വേവിച്ചതാണ്. പക്ഷേ ഉപ്പ് കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ മസാലയിലേക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങിലേക്ക് എല്ലാം ഇങ്ങനെ പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഇനിയില്ലേ ഒന്ന് മസാല എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടില്ലേ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മസാലയും ഉള്ളീൻ്റെ ആ ഫ്ലേവറും ഇഞ്ചിൻ്റെ ഒക്കെ ഫ്ലേവർ എല്ലാം ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഒന്ന് പിടിച്ചു വരും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം കേട്ടോ. ഈ സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തു. നമ്മളെ മസാല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കരുത്. അപ്പോഴൊക്കെ ടേസ്റ്റ് ടേസ്റ്റ് പോകും കേട്ടോ. അതിൻ്റെ ഒരു ലൈറ്റ് മസാലയെ കൊടുക്കാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പെപ്പർ പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. പലരും പല രീതിയിൽ ഉണ്ടാക്കും. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ, മറന്നു പോകണ്ട. ഇനി മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് എന്നിട്ട് എന്തായാലും എനിക്ക് ഫീഡ്ബാക്കും കൂടെ തരണേ. അപ്പോൾ ഞാനതിൽ നിന്ന് നമ്മൾ കാസ്റ്റ് അയൺ അല്ലേ, അതുകൊണ്ട് തന്നെ മസാല ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അത് കറുത്തു പോവും. ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രം വെച്ച് നമ്മളെ സാമ്പാർ ഒന്ന് വറവിട്ടെടുക്കുക. അപ്പം നമ്മൾ ആദ്യം മസാലയൊക്കെ വഴറ്റിയിട്ടാണ് നമ്മൾ എല്ലാം ഇട്ടിട്ട് വേവിച്ചിട്ടുള്ളത്. വറവിടൽ ഓപ്ഷനിലാണ്, ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും 1 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക്, കറിവേപ്പില, ഉണക്കമുളക് ഇത്രയും കൂടെ ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അവസാനം വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ ഗീ ഇല്ലേ, 1 ടീസ്പൂൺ നെയ്യ്, മിൽമ നെയ്യ് ഏതായാലും കുഴപ്പമില്ല, നെയ്യും കൂടെ ചേർത്ത് കൊടുത്താലേ കിട്ടിയ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ സാമ്പാറിന് കേട്ടോ. സൂപ്പർ സാമ്പാറാണ്. കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങൾക്കില്ലേ സവാളക്ക് പകരം ചെറിയ ഉള്ളിയില്ലേ, ഞാനത് വിട്ടുപോയതാണ്, ചെറിയ ഉള്ളി എടുക്കുക കേട്ടോ. ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും, ഭയങ്കര ഗുണമാണ്. ഞാനിപ്പോൾ സവാള എടുത്തുന്നേ ഉള്ളൂ. സവാള എടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചോറിലേക്കും സാമ്പാറിലേക്കും എല്ലാം ചപ്പാത്തിയിലേക്കും എല്ലാം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ കഷ്ണങ്ങൾ വേറെ ഒന്നും ഇടുന്നില്ല എന്നേ ഉള്ളൂ. ടേസ്റ്റ്
ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. വെറുതെ പറയുന്നതല്ല കേട്ടോ, ഞാൻ അത്രയും ഉണ്ടാക്കി പെർഫെക്റ്റായിട്ട് എപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെർഫെക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചട്നിയും കൂടെ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു മീഡിയം സൈസ് സവാള ചെറുതാ അത് എടുത്തിട്ടുണ്ട്, അത് ഫുള്ളായിട്ട് എടുത്തു. ഒരു 2-3 പച്ചമുളകും കൂടെ എടുക്കുക. ഇനിയാണ് നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാല്, സാദാ പാൽ കേട്ടോ. അത് ഞാനിപ്പോൾ കാച്ചി എടുത്തിട്ടുള്ളതാണ്. അതൊരു 1/2 കപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളമാട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പച്ചവെള്ളം എടുക്കണ്ട, കാരണം നമ്മൾ ചട്നി തിളപ്പിക്കുന്നില്ല. പ്രശ്നമില്ലാത്തൊരു കുഴപ്പമില്ല, പച്ചവെള്ളം എടുക്കുക. ഇനി നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ട് വരാം കേട്ടോ. ഞാൻ പല രീതിയിലും ചട്നി ഉണ്ടാക്കുന്നുണ്ട്. മല്ലിയില അതൊക്കെ പുതിനയിലൊക്കെ ഇട്ടിട്ടും ഉണ്ടാക്കാറുണ്ട്, ഇടാതെയും ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നൊരു ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി ആട്ടോ ഇത്. ഇനിയിപ്പോൾ കടുകും കറിവേപ്പിലും ഉണക്കമുളകൊന്നും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തിളപ്പിക്കുകയേ ചെയ്യരുത് കേട്ടോ, ചട്നി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നമ്മളെ തേങ്ങ ചട്നി തിളപ്പിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി. നല്ല റെസ്റ്റോറൻറ്റൊക്കെ കിട്ടും, നല്ല ഒരു റിച്ച് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടൂലേ, ആ ഒരു ടേസ്റ്റാട്ടോ നമ്മൾ ഇതിനുണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് പുട്ടുകടലുണ്ടല്ലോ, അതൊന്ന് കുതിർത്ത് വെച്ചിട്ട് അതും ഈ തേങ്ങേൻ്റെ അരപ്പിൻ്റെ കൂടെ ഇട്ടാൽ അപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്താൽ മതി കേട്ടോ. ബാക്കി പുട്ടുകടലുണ്ടാവും. അരച്ചെടുക്കുകയാണല്ലേ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല തിന്നായിട്ടൊന്ന് ദോശ ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ തട്ടുദോശ സ്റ്റൈലിലും ഉണ്ടാക്കലുണ്ട്. ഇതിപ്പോൾ നെയ്യ് റോസ്റ്റ്, ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ 2 നെയ്യ് റോസ്റ്റ് റഫീക്ക കഴിച്ചു കേട്ടോ, കട്ടൻ ചായൻ്റെ കൂടെ കഴിച്ചു. ഇങ്ങനെ ദോശ ഞാൻ മാവ് ആക്കി വെച്ചാൽ റഫീക്ക രാവിലെ നെയ്യ് റോസ്റ്റ് വേണം കേട്ടോ, അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം. മസാല ദോശയ്ക്ക് നെയ്യാക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ നെയ്യാക്കിയിട്ടുള്ള ആ ഒരു മസാല ദോശയാണ് ഇഷ്ടം, ആ ഒരു ഫ്ലേവറുള്ള. അപ്പോൾ ഈ ഒരു സമയമാകുമ്പം നെയ്യൊക്കെ ചേർത്ത് ഈ ഒരു ഗോൾഡൻ കളറിലേക്ക് ഇങ്ങനെ മുരുമുരാന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്ര മസാല, നമ്മളാക്കി വെച്ച മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മടക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ, ദോശ നല്ല മുരുമുരാന്നാട്ടോ ഇരിക്കുന്നത്. നല്ല ക്രിസ്പി ദോശയാണ്. മസാലയും കിഡിലൻ ടേസ്റ്റാണ്, നെയ്യിൻ്റെ ഫ്ലേവറും ഒക്കെ വന്നിട്ട് സൂപ്പർ ടേസ്റ്റുള്ള മസാല ദോശയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത്. എന്തായാലും ഞാനിത് മുന്നേ റെസിപ്പി കാണിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനിതൊന്നും കാണിക്കാണ്ടിരുന്നത് കേട്ടോ. പക്ഷേ വ്യൂസ് നല്ല കുറവായി, നമ്മൾ സ്റ്റാർട്ടിങ്ങിലല്ലേ, അതുകൊണ്ടാണ്. പിന്നല്ലേ നമ്മൾ ദോശ ചുടുന്ന സമയത്ത് ദോശ ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ ആ തവി എടുത്തിട്ട് മാവിലേക്ക് തന്നെ മുക്കി വെക്കരുത് കേട്ടോ. കാര്യം ആ തവി ചെറുതായിട്ട് ചൂടായിട്ടുണ്ടാവും. ആ ചൂടുള്ളത് നമ്മൾ മാവിലേക്ക് വെക്കുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെ എടുത്ത് ഈ പ്രോസസ്സ് തുടരുന്ന സമയത്തില്ലേ നമ്മളെ മാവ് ലൂസാവാൻ കാരണമാവും കേട്ടോ. അതുകൊണ്ടാണ് ബാറ്റർ പിറ്റേ ദിവസത്തേക്ക് ലൂസായിട്ടൊക്കെ പോകുന്നത്. പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ട് വീണ്ടും ഇളക്കുന്ന അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ബാറ്റർ ലൂസ് ആവുക കേട്ടോ. ഇഡ്ഡലി മാവ്, ദോശ നമുക്ക് വലിയ പ്രശ്നമില്ല, ഇഡ്ഡലി മാവ് പ്രത്യേകിച്ചിട്ടാ നിങ്ങൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചിലർ ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ അരച്ച് വെക്കൂലേ, ഒരാഴ്ചക്കുള്ളത് അല്ലെങ്കിൽ ഒരു 3-4 ദിവസത്തേക്കുള്ളതൊക്കെ ജോലിക്ക് പോകുന്നവരും അങ്ങനത്തെ എല്ലാവരും അരച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നില്ലേ. അപ്പോൾ ബാറ്ററൊക്കെ ലൂസായി പോകാനുള്ള കാരണം ഇതാണ് കേട്ടോ. ഒരുപാട് പേര് പെർഫെക്റ്റായിട്ട് കിട്ടുന്നവരുണ്ടാവും, എന്നാലും അറിയാത്തവരും ഇങ്ങനെ ഫ്ലോപ്പായിട്ട് പോകുന്നവരും ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. ഇനി ഇതാ നമ്മളെ സാമ്പാറും ചട്നിയും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ. സൂപ്പർ ടേസ്റ്റാട്ടോ. നിങ്ങളും മസ്റ്റായിട്ടും ഇത് ടേസ്റ്റ് അറിയണം, ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും ക്രിസ്പി ദോശയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് മസാല. എനിക്ക് പൊതുവേ ഈ മസാല ദോശ നമ്മൾ ഷോപ്പിൽ നിന്ന് കഴിക്കില്ല, ഏത് ഷോപ്പിൽ നിന്ന് കഴിക്കുകയാണെങ്കിലും ഞാൻ ആ മസാല മാറ്റി വെക്കും കേട്ടോ. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ എനിക്ക് മസാലയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ട്, നിങ്ങൾ ട്രൈ ആക്കി നോക്കിയാൽ എന്തായാലും. ഇനിയിപ്പോൾ കുറച്ച് മസാല ബാക്കിയുണ്ടായിരുന്നു, അതുപോലെ തന്നെ ദോശമാവും ബാക്കിയുണ്ട്. ഇത് നമ്മൾ രാത്രി തന്നെ എടുക്കും കേട്ടോ. കാര്യം റഫീക്ക രാവിലെ തിരക്കിട്ടാണ് പോവുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ആസ്വദിച്ചൊന്നും കഴിക്കൂല കേട്ടോ, കഴിക്കാൻ കഴിയൂല. അപ്പോൾ രാത്രി കഴിച്ചോളാന്ന് പറയും. അപ്പോൾ രാത്രി റഫീക്കക്കുള്ള 2 ദോശക്കുള്ള 2-3 ദോശക്കുള്ളത് ഉണ്ട് കേട്ടോ. അത് ഇനിയിപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്ക് സാമ്പാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ബീഫും കൂടെ ഉണ്ടാക്കിയാൽ ഇന്നത്തെ കാര്യം
നമ്മുടെ ലഞ്ചും കൂടെ കഴിഞ്ഞു പോകും. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റ് ആട്ടോ ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഗൾഫിലേക്കൊക്കെ കൊടുത്തു പോകാൻ വേണ്ടി റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്കാ റെസിപ്പിയാണ് കേട്ടോ, കണ്ടു നോക്കുക. കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. ഒരുപാട് മസാലകൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ, കാര്യം കേട് വന്നു പോകും മസാല കൂടിക്കഴിഞ്ഞാൽ. 2 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഏത് മുളക് പൊടിയായാലും കുഴപ്പമില്ല, അത്രയും ചേർത്ത് കൊടുക്കുക. ഒരുപാട് മസാല ആയിക്കഴിഞ്ഞാൽ നിങ്ങളിത് പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ ഗൾഫിലേക്ക് മാത്രമല്ല കുട്ടികളൊക്കെ പഠിക്കുന്നിടത്തേക്ക് കൊടുത്തു വിടുക, അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ട്രാവൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് എത്തുകയാണെങ്കിലും ഈ ഒരു നിങ്ങൾക്ക് റെസിപ്പി പക്കയാണ് കേട്ടോ, കേടൊന്നും വരില്ല. അത്രയും ഡ്രൈ ആയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ, ഞാനിപ്പോൾ ഇത്രയും ഒരു 3/4 കിലോ ഉണ്ടാവുമായിരിക്കും ബീഫ്, 1 കിലോനില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ വരെ വലിയ ജീരകത്തിൻ്റെ പൗഡറല്ല, വലിയ ജീരകം ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതില്ലേ ആ ഒരു റോസ്റ്റായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. അതിനാണ് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. ഇനി ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി മസാലകൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം, അതായത് ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചതും, ഇഞ്ചി ചതച്ച് കൊടുക്കുക. വെളുത്തുള്ളി ഒരു 10-12, അതൊക്കെ നമ്മൾ ഇഷ്ടമാണ് കേട്ടോ, കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അല്ലി വെളുത്തുള്ളി അങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില നിങ്ങൾ സാധാ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഗൾഫിലേക്ക് കൊടുത്ത് വിടുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ കേടുവരാൻ ഉള്ള സാഹചര്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. എന്നിട്ടിതാ നന്നായിട്ട് കൈവച്ചൊന്ന് മസാല എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇതില്ലേ ഈ രീതിയിൽ നിങ്ങൾക്ക് ബീഫ് ആക്കി കൊടുത്തയച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഞാനത് കാണിച്ചു തരാം. നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളായിരിക്കുമല്ലോ, ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവർക്കോ ചെയ്തു കൊടുക്കുക, ഗൾഫിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ. ഇനി അല്ല ആ കുട്ടികളൊക്കെ ആണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒന്നും ഇതിന് പിന്നെ ബാക്കിയൊന്നും ചെയ്യരുത്, അവർ കഴിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ അത് 2 രീതിയിലും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്ക് നമ്മളെ ബീഫ് ഒന്ന് വെന്ത് വരട്ടെ. ബീഫ് ഞാൻ വേവിൻ്റെ കാര്യം പറയുന്നില്ല, ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിച്ചിട്ട് കുറച്ച് സമയം നോക്കുക കേട്ടോ. കാര്യം ഓരോ ബീഫും വ്യത്യസ്ത വേവായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ഇത് വേവിച്ചിട്ടുള്ളൂ. നല്ല പെട്ടെന്ന് തന്നെ വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് വേവുന്നത് ടൈം ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കി നോക്കുക. അങ്ങനെ അളിഞ്ഞു പോവാതെ ഓഫാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലേ പിന്നെയും വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാ നമ്മളെ ബീഫെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട് കേട്ടോ, കുറച്ച് അധികമൊക്കെ നിങ്ങൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വെള്ളം അധികം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് വറ്റിച്ചെടുക്കുക, അതിന് കണക്കാക്കിയിട്ട് വെന്ത് വന്നാൽ മതിയേ. അത് നന്നായിട്ട് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ചെന്നിട്ട് നിങ്ങൾ ആണ് ഇത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് തണുത്തതിന് ശേഷം ഇങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞിട്ട് എങ്ങനെയാണോ നിങ്ങൾ പൊതിയുന്നത് അങ്ങനെ പൊതിഞ്ഞിട്ട് കൊണ്ടുപോവുക. അതവിടെ കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ബീഫ് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർ ചെയ്ത് ചൂടാക്കി എടുത്തോളും എന്നുണ്ടെങ്കിലാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി അങ്ങനെയൊന്നും ചെയ്യൂല, അങ്ങനെ തന്നെ കഴിക്കുകയുള്ളൂ, അങ്ങനെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർ ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ കൊടുത്തയച്ചു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഈ ഒരു അളവിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ സ്പൈസി എല്ലാം വേണ്ടവരാണെങ്കിൽ 3 or 4 ഒക്കെ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് പോകരുത് കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നിങ്ങൾ മസാല ഇട്ട് കൊടുക്കുക. കരിഞ്ഞു പോയാൽ കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ, അതെന്തായാലും ശ്രദ്ധിക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബീഫ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിങ്ങനെ അല്ലേ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചിട്ട് ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ ഒരു റോസ്റ്റായിട്ടുള്ള കറുത്ത കളറുള്ള ബീഫില്ലേ, നമ്മൾ നെയ്യപ്പത്തിൻ്റെ കൂടെയും ഉണ്ണിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബീഫാട്ടോ. അത് ഗ്രേവി ടൈപ്പും ഉണ്ടാക്കിയെടുക്കലുണ്ട്, ഇങ്ങനത്തതും ഉണ്ടാക്കിയെടുക്കലുണ്ട്. ഒരു കറുത്ത കളറിൽ ബീഫ് കിട്ടാം നിങ്ങൾക്ക്. ഇത് എങ്ങനെയായാലും 3 ദിവസം നിങ്ങൾക്ക് ട്രാവൽ ഉണ്ടെങ്കിലും ഇത് കേട് വരില്ല കേട്ടോ. അപ്പോൾ അതാണ് പക്കാ റെസിപ്പിയാണ്. നിങ്ങളിങ്ങനെ കുട്ടികൾക്കോ ഗൾഫിലെ ഹസ്ബൻഡിനോ ഒക്കെ നിങ്ങൾ കൊടുത്തോ ഒന്നും പ്രശ്നം വരില്ല. അപ്പോൾ ഇത് കണ്ടോ, നല്ല കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ പല വിഭവങ്ങളും ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കടികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എടുക്കാം. ഇനിയിപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ബീഫ് ഇട്ടിട്ട് വറുത്തരച്ച കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിലേക്ക് ഉള്ളി തക്കാളി ഇട്ടിട്ട് ബാക്കി മസാലസും കാര്യങ്ങളൊക്കെ ചേർത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം.
ഇനിയിപ്പോൾ ഉള്ളി തക്കാളി വഴറ്റി റോസ്റ്റ് ടൈപ്പ് ആണെങ്കിൽ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ബീഫൊക്കെ കുറച്ച് മസാലയൊക്കെ കൊടുത്ത് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ ബീഫൊക്കെ ഇട്ട് കൊടുത്താൽ ആ ഒരു ടൈപ്പ് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പല രീതിയിലും ഈ ബീഫിനെ അവിടെ എത്തിയാൽ നിങ്ങൾക്ക് മാറ്റിയിട്ട് പല രീതിയിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വേണം നിങ്ങൾ ഗൾഫിലേക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇത് ചോദിച്ച ആൾ ഹാപ്പിയായി എന്ന് വിചാരിക്കുന്നത് കേട്ടോ. 29-നാണ് അവർ ഹസ്ബൻഡ് പോകാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ഇതിൽ തന്നെ കാണിച്ചത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സാമ്പാറിലേക്ക് ഇനി എന്തെങ്കിലും തട്ടിക്കൂട്ടലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മളെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്കത്തെ ലഞ്ച് പരിപാടി ഞാൻ അതിനൊക്കെ കുറച്ച് ചോറ് ആക്കി എടുത്തു കേട്ടോ. ലഞ്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ കണ്ടില്ലേ, കിച്ചൺ നല്ല അലങ്കോലാണ്. നമ്മൾ അപ്പോൾ എടുത്ത മസാലകളും കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ച് അപ്പം തന്നെ എടുത്തു വെക്കും. അതുപോലെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കും കേട്ടോ. പറ്റുന്ന അത്രയും പാത്രങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കഴുകി വെക്കും. ഞാൻ കാണിച്ചു തരാം. കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തികേടാവും കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. അതുപോലെ പാത്രങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ഒഴിയുന്നത് കഴുകി എടുത്തിട്ടുണ്ട്. എന്നാലും അവസാനമായപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ. കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കട്ടെ. ഇതിനിടയ്ക്ക് ഞാൻ ചായ കൂടി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചില്ല നമ്മൾ. ആ ഒരു സമയത്ത് ഒന്ന് അകമൊക്കെ ഒന്ന് അടിച്ചു വാരി ടേബിളൊക്കെ തുടച്ച് ചീപ്പയൊക്കെ തുടച്ച് ടേബിൾ നല്ല നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അകത്തിനി പണിയും കാര്യങ്ങളൊന്നുമില്ല. ഇന്നെനിക്ക് തുടക്കാനൊന്നുമില്ല കേട്ടോ. ഞാൻ 2 ദിവസം മുമ്പ് തുടച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു നാളെയോ അങ്ങനെയൊക്കെ തുടക്കുള്ളൂ. അപ്പം ഇനി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഇവിടേക്ക് ഒന്ന് നീറ്റാക്കി വെക്കട്ടെ. പിന്നെ ഇന്നലെ നമ്മളെ വീഡിയോയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അമ്മായിയമ്മയും മരുമകളും കേട്ടോ. അപ്പോൾ അവർ എന്താ പറയുക, അമ്മായിയമ്മ നന്നായിട്ട് ഇവരെ ഓരോന്ന് പറയും, അറിയാലോ. അപ്പോൾ ഇവർക്ക് ഭയങ്കര ആൾക്ക്, അതായത് മരുമോൾക്ക്, അവിടുത്തെ മോൾക്ക് ഭയങ്കര ടെൻഷനാണ് നോക്കുമ്പോൾ. നന്നാവണം തോന്നും. ഓരോ ദിവസവും രാവിലെ വരുമ്പോൾ നന്നാവണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിൽക്കണം, അല്ലെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷേ അതിങ്ങനെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെ ഓരോന്നിങ്ങനെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സ്ട്രെസ്സായിട്ട് ഒന്നിനും തോന്നുന്നില്ല, അത്രയും ഭയങ്കര വിഷമമാണ് എന്നൊക്കെ പറയലുണ്ട്. മാത്രമല്ല ചെറിയൊരു കുട്ടിയുണ്ട്, അതിനെ കൂടെ നോക്കാൻ പറ്റുന്നില്ല എന്ന് കമൻറ്റ് ചിലരൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് വീഡിയോയിലൂടെ അല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രായമുള്ള ആളുകളെ നമുക്കൊരിക്കലും ഇനി അങ്ങോട്ട് എന്നെ കേൾക്കുന്ന അമ്മമാരും ഉമ്മമാരും അങ്ങനെ ആവാണ്ടിരിക്കുക കേട്ടോ. നമുക്ക് മക്കളും മരുമക്കളും എല്ലാം ഒരുപോലെയാണ്, ആ ഒരു രീതിയിൽ കാണുക. പിന്നെ എന്നിട്ടും മാറാത്തവർ, ഇത്രയും ലോകം പുരോഗമിച്ചിട്ടും മാറാത്തവർക്ക് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ ചെയ്യുമ്പോൾ അത് വേറെ രീതിയിലേക്കും അത് ട്വിസ്റ്റായി അത് മാറുന്നത്, പ്രശ്നങ്ങൾ വഷളാവുന്നൊരു സാഹചര്യം വരെ നമുക്കുണ്ടാവും. നമുക്ക് ഹസ്ബൻഡിനോട് കാര്യങ്ങൾ സംസാരിക്കാം. അവർ മൊത്തത്തിൽ ഇരുന്നിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. എന്നിട്ടും നമുക്ക് പ്രോബ്ലം സോൾവ് ആകുന്നില്ലെങ്കിൽ അതിനെ മൈൻഡ് ആക്കണ്ടെന്നാണ് ഞാൻ പറയാം കേട്ടോ. അതിനെ നെവർ ആക്കിയോടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾ അങ്ങോട്ടൊന്നും നെഗറ്റീവിന് ഒന്നും പോവാണ്ടിരിക്കുക, ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ സംസാരത്തിലൂടെ ഒന്നിനും പോവാണ്ടിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ എന്തെല്ലാം ചെയ്തു വെക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളെ കുട്ടീനെ നോക്കുക, ഹസ്ബൻഡിനെ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയാം, ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്താലേ നമ്മുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളെ ലൈഫ് തന്നെയാണ് നിങ്ങൾ സ്പോയിൽ ചെയ്യുന്നത് കേട്ടോ. കാര്യം ഹസ്ബൻഡിനോടും നിങ്ങൾക്ക് ദേഷ്യം വരും, സ്വാഭാവികമാണ്. കുട്ടീനോടും ദേഷ്യം വരും. കുട്ടീൻ്റെയും കാര്യങ്ങൾ നിങ്ങൾക്ക് മര്യാദക്ക് നോക്കാൻ കഴിയുന്നില്ല എന്ന് കമൻറ്റിൽ പറഞ്ഞിട്ടുമുണ്ട്. കറക്റ്റായിട്ടും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നിങ്ങളെ ലൈഫ് നിങ്ങൾ തന്നെ കളയാമെന്നേ ഞാൻ പറയാം. അവരാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ വെറുതെ നമ്മളെ ലൈഫ് ഓരോ ദിവസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് നല്ലൊരു ലൈഫ് വേണം, എനിക്ക് നല്ല ഡേകൾ, നല്ല ദിവസങ്ങൾ വേണമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക, നമ്മൾ നെവറാക്കുക. അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ലോകത്തുള്ള എല്ലാവരും നമുക്ക് നന്നാക്കാൻ പറ്റില്ല. കേസ് നമ്മളെ വീട്ടിലുള്ളവരാണെങ്കിൽ കൂടിയിട്ട് അവരും കൂടി ചിന്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ അടുത്താണ് ഫുൾ തെറ്റ് അതൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നല്ലൊരു ഹാപ്പി ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ലാന്നോ അല്ലെങ്കിൽ കേട്ടില്ലാന്നോ എല്ലാം നെവറാക്കേണ്ട കാര്യങ്ങൾ നെവറാക്കേണ്ടി വരും, എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല ഹാപ്പി ആയിട്ട് തന്നെ നോക്കുക. അങ്ങനെ കുറച്ച് ദിവസം നോക്കുമ്പോഴല്ലേ അവർക്കും മാറ്റങ്ങൾ വന്നേക്കാം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക്, നല്ല ഹാപ്പി ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മളെ കുഞ്ഞുങ്ങളെ ആ ഒരു ലെവലിലേക്ക്, ആ ഒരു രീതി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ബാധിക്കാനിട വരുത്തരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വിട്ടുകളയാം. പിന്നെ നമ്മളെ വീഡിയോയിൽ കുറച്ച് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനു, ഫിനു, സുലൈഖ, മൊഹ്സിന, ഹുദ, സുലൈഖ മൊയ്തീൻ കേട്ടോ.
ഹന, ഫൗസിയ, നൗഷി സുബൈർ, വീണ കെ പി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് 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 ഹൈറ്റാ. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ. താങ്ക് യു സോ മച്ച്. എല്ലാ വീഡിയോക്കും നല്ല നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ തരുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. നമുക്ക് എല്ലാവർക്കും കമൻറ്റിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പരസ്പരവും എല്ലാം എന്നോടായാലും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ. നിങ്ങൾ ഓരോരോ കമൻറ്റും റീഡ് ചെയ്യുമ്പോൾ ഞാൻ റിപ്ലൈ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് റിസ്ക് എടുത്താണെങ്കിലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അല്ലെങ്കിലും എല്ലാ നിങ്ങളെ കമൻറ്റും ഞാൻ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാ വീഡിയോയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുതന്നെയായാലും കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. കമൻറ്റ് ഇടാണ്ടിരിക്കരുത്. അത് മസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒരു ലൈക്കോ തമ്പോ സ്മൈലിയോ എന്തെങ്കിലും കമൻറ്റായിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചോദിച്ചിട്ടുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.